ഹായ്, എൻ്റെ പേര് ഡെനീഡ്. ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഹെയർ ലോസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-3 years ആയിട്ടുണ്ട്. കുറേ ഓയിൽസും ഹോം മെയ്ഡായിട്ടുള്ള ഓയിൽസൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ റിസൾട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ കുരിയച്ചിറയുള്ള ഹെയറോക്രാഫ്റ്റിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. ഫസ്റ്റ് ഡേ വന്നപ്പോൾ നമ്മളിവിടെ കാൽപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മളോട് ഒരു ഗ്രാഫ്റ്റിൻ്റെ ഇതൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് ഒരു ദിവസം ഞാൻ വേറെ ദിവസം എനിക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ ഞാൻ വീണ്ടും വന്നിരുന്നു. ഒരു 10 to 20 മിനിറ്റ്സോളം ഞാൻ ഡോക്ടറെ അടുത്ത് സംസാരിച്ചിരുന്നു. ഫുൾ ഡീറ്റെയിൽസ്, എൻ്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ ഞാൻ വീണ്ടും വന്നിരുന്നു. അപ്പോൾ ഡോക്ടർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നു എനിക്ക്. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആണ്. ചെറിയൊരു ടെൻഷനുണ്ട്, അനസ്തേഷ്യയുടെ ഒരു ഇത്, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ വീഡിയോസിൽ കാണാം. ഇന്നത്തെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. വിചാരിച്ച പോലെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അനസ്തേഷ്യയുടെ ടൈമിൽ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഓക്കെ. പിന്നെ ഏകദേശം ഒരു 2000 ഗ്രാഫ്റ്റ് നമ്മൾ എടുത്തിരുന്നു. അത് പ്ലാൻ ചെയ്തു. പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്ന സമയത്ത്. അതിനുശേഷം അങ്ങനെ പ്രശ്നമൊന്നും ഡോക്ടറായിട്ട് നല്ല കമ്പനിയായിരുന്നു. നമ്മുടെ ഡൗട്ട്സ് ഈ ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ഡൗട്ട്സൊക്കെ ചോദിച്ചിരുന്നു. നഴ്സുമാർ നല്ല സപ്പോർട്ടായിരുന്നു. നമ്മളെ കൂളാക്കാൻ വേണ്ടി സോങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ നമ്മൾ മെഡിസിനൊക്കെ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എല്ലാ ഫോർമാലിറ്റീസും ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് നാളെ കാണാം. ഹായ്, ഇന്നിപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മളിപ്പോൾ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടറെ കണ്ടു ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ഡേ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് പോയതിന് ശേഷം ചെറിയൊരു പെയിൻ എടുത്തു എനിക്ക്. സെഡേഷൻ്റെ ടൈമിൻ്റെ കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ടാബ് എടുത്തു. പിന്നെ അത് നോർമലായി. ഉറക്കമൊന്നും പ്രശ്നം ഉണ്ടായില്ല. ജസ്റ്റ് നെക്ക് പില്ലൊക്കെ വെച്ച് ആ ഒരു പൊസിഷനിലേക്ക് എടുക്കേണ്ടി വന്നു. അത് ഇവിടെ നിന്ന് കറക്റ്റായിട്ടുള്ള അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു, മെഡിസിൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്തപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശേഷം നമുക്ക് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം കാണാം. നമ്മുടെ സെക്കൻഡ് ഡേൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡാണ്. കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ മിറർ കാണിച്ച് ഇങ്ങനെയാണ് ഹെയർ ലൈൻ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. അഡ്വൈസുകൾ ഇപ്പോൾ തന്നു നേഴ്സുമാർ. ഫുള്ളി സാറ്റിസ്ഫൈഡാണ്. പെയിനൊന്നും ഇല്ല ഇപ്പോൾ. സെഡേഷൻ്റെ ടൈം കഴിഞ്ഞിട്ടില്ല. സെഡേഷൻ്റെ ടൈം കഴിയാറാകുമ്പോഴേക്കുള്ള മെഡിസിൻസ് അവർ തന്നിട്ടുണ്ട്. അത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. നമ്മളിനി ഒരു 12 ദിവസത്തേക്കുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പെയിനൊന്നുമില്ല. ജസ്റ്റ് ഇപ്പോൾ ഒരു സെഡേഷൻ കഴിയാത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അല്ല, ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ ക്ലീൻ ആയിരുന്നു. ഓപ്പറേഷൻ തിയേറ്റർ ക്ലീൻ ആയിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഞാനൊരു 2-3 years ആയി മേലെ എനിക്ക് ഹെയർ ഫോൾ തുടങ്ങിയിട്ട്. അന്ന് നമുക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്തില്ല. ഇപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇതും കിട്ടി, കറക്റ്റായിട്ടുള്ള അഡ്വൈസ് ഇവിടുത്തെ ഡോക്ടറെ ഇതും കിട്ടിയതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് 1 week പോലും ആയിട്ടില്ല അവിടെ വന്ന് കൺസൾട്ട് ചെയ്തിട്ട്. അപ്പോഴേക്കും എനിക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു. ഹാപ്പിയാണ്. നല്ല ഗുഡ് സർവീസാണ്. ഡോക്ടർമാരൊക്കെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് ചെയ്തു തന്നുണ്ട്. ഞാൻ ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റിസൾട്ടും കാര്യങ്ങളും വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഹെയറോക്രാഫ്റ്റ്.